അമ്മ കഴിച്ചോ? ഫുഡ് കഴിച്ചോ? ഇന്ന് എന്റെ പിറന്നാളാ. എന്റെ ബർത്ത്ഡേയിലെ ആഘോഷങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് വിശന്ന് ഇരിക്കുന്നവർക്ക് കഴിക്കാൻ കൊടുക്കാൻ പോവാ. ചോറ് പൊതി വെട്ടി വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും. ഇത്തവണ നമ്മള് മോന്റെ പിറന്നാള്, അതായത് ബർത്ത്ഡേ ഭയങ്കര വിപുലമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. കാരണം നമ്മൾ ഇത്തവണ ആ സെലിബ്രേഷനൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് പേർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാന്ന് തീരുമാനിച്ചിരുന്നു. അപ്പൊ ഇന്ന് ജാനുവരി 18 ആണ്. ഇന്ന് മോന്റെ പിറന്നാളാണ്, അവന്റെ നാളാണിന്ന്. ബർത്ത്ഡേ 16 ആയിരുന്നു. അപ്പൊ ഇന്ന് പിറന്നാളാണ്. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഒരു കറക്റ്റ് 12 മണി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ ഭയങ്കര ഇതായിട്ടൊന്നും അല്ല, എന്നാലും ഒരാൾക്ക് കഴിക്കേണ്ട ആവശ്യമായ നോൺ വെജും വെജ് വിഭവങ്ങളും എല്ലാം ആയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം തിരക്കായിരുന്നു, അതൊന്നും എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇനി അത് കൊണ്ട് കൊടുക്കാനായിട്ട് പോവാണ്. നമ്മുടെ ടൗണിൽ എവിടെയെങ്കിലുമൊക്കെ വിശന്നിരിക്കുന്നവരുണ്ടാവും. ഇപ്പം വളരെ കുറവാണ്, കാരണം ഒരുപാട് സന്നദ്ധ സംഘടനകൾ വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരെ കണ്ടുകിട്ടാൻ വളരെ കുറവാണ്. എന്നാലും നമുക്ക് നോക്കാം, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊണ്ട് ഫുഡ് കൊടുക്കാം കേട്ടോ. അപ്പം എല്ലാവരും മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ പിന്നീട് അവനോട് കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ അവന് മനസ്സിലായി കേട്ടോ, നമുക്ക് ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നമ്മളത് ആർക്ക് അർഹതപ്പെട്ടവർക്കൊക്കെ തിരിച്ചു കൊടുക്കണമല്ലോ എന്തെങ്കിലുമൊക്കെ രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി എല്ലാ വർഷവും നമ്മളിങ്ങനെ ബർത്ത്ഡേക്ക് സെലിബ്രേഷൻസ് ഉണ്ടാവില്ല. സ്കൂളിൽ അവർക്ക് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, കേക്കൊക്കെ മുറിച്ച് സ്കൂളിൽ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി മുന്നോട്ട് ബർത്ത്ഡേക്ക് നമ്മുടെ വീട്ടിൽ ഭയങ്കര കാര്യമായ സെലിബ്രേഷൻസ് ഉണ്ടാവില്ല. നമുക്ക് ഇങ്ങനെ അർഹതപ്പെട്ടവർക്ക് നമുക്ക് ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾ ഓക്കെ ആണതുമായിട്ട്. അപ്പൊ നമ്മള് പൊടിയായിട്ട് പോട്ടെ കേട്ടോ, പോയിട്ട് നോക്കട്ടെ ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. എന്നിട്ട് അവർക്ക് നമുക്ക് ഭക്ഷണവും വെള്ളമൊക്കെ കൊടുത്തിട്ട് വരാം. അപ്പൊ കാണാം. നമ്മള് കവറുമായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ചുറ്റും ആളുകൾ ഓടി വരും കേട്ടോ. എത്ര പേരാ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നറിയാവോ? നമ്മൾ കൊടുത്ത ഭക്ഷണമൊക്കെ അവർ കഴിക്കുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് നിറയും കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കൊക്കെ നമ്മൾ ചെയ്യണം. ആരുടെയെങ്കിലും ഒരാളുടെ ഒരു നേരത്തെ വയറ് നിറയ്ക്കാൻ പറ്റിയ അതിലും വലിയൊരു പുണ്യം ഈ ലോകത്ത് വേറെ ഇല്ല കേട്ടോ. നമ്മള് ഫുഡ് കൊണ്ട് കൊടുത്ത് പെട്ടെന്ന് തീർന്നു. ഇനിയും എന്റെ 9ാമത്തെ വയസ്സപ്പ് 9ാമത്തെ വയസ്സ് 10ആകുമ്പോ 3 അങ്ങനെ കുടിപ്പോ 21ആകുമ്പോ 200. ബൈ ബൈ, സീ യു ലെറ്റർ, ടാറ്റാ. ഇങ്ങനെ നിങ്ങളുടെ ബർത്ത്ഡേ വരുമ്പം ഇങ്ങനെ വഴി കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഫുഡ് കൊടുക്കണം. എപ്പോഴും ബർത്ത്ഡേക്ക് വരും.